നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1028th day. Today 36th sloka of Pradhama Skandam, 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1028ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 36ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 36ാമത്തെ ശ്ലോകം. സഞ്ജയൻ പറയുന്നതാണ്. സഞ്ജയ ഉവാച നാഹം വേദവ്യവസിതം പിത്രോർവകുലനന്ദന ഗാന്ധാര്യാവ മഹാബാഹോ മുഷിതോസ്മി മഹാത്മഭി. ഓം തത്സത്. സഞ്ജയ ഉവാച നാഹം വേദവ്യവസിതം പിത്രോർവകുലനന്ദന ഗാന്ധാര്യാവ മഹാബാഹോ മുഷിതോസ്മി മഹാത്മഭി. ഓം തത്സത്. അതായത് പദം പിരിക്കേണ്ടത് സഞ്ജയ ഉവാച നാഹം വേദ വ്യവസിതം പിത്രോർവ എന്നുള്ളത് പിത്രോ അഹ കുലനന്ദന ഗാന്ധാര്യ വ മഹാബാഹോ മുഷിതോസ്മി മുഷിത അസ്മി മഹാത്മഭി. അതായത് അർത്ഥം കുലനന്ദന, ഹേ വംശത്തെ സന്തോഷിപ്പിക്കുന്നവനെ, മഹാബാഹു ശ്രേഷ്ഠനായിട്ടുള്ള പുരുഷ. ദീർഘ കൈകളുള്ളവരെ ശ്രേഷ്ഠനായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് മഹാബാഹു എന്ന് എപ്പോഴും മഹാത്മാക്കളെ വിശേഷിപ്പിക്കാറുണ്ട്. വ പിത്രോർഭ എന്നുള്ളതുകൊണ്ട് വ നിങ്ങളുടെ, പിത്രോ പിതാക്കന്മാരുടെയും, ഗാന്ധാര്യ ഗാന്ധാരിയുടെയും, ഗാന്ധാര്യ വ ഗാന്ധാരി അന്ന് ഗാന്ധാരി വ എന്ന് പറയുമ്പോൾ യുടെയും ഗാന്ധാരിയുടെയും, വ്യവസിതം നിശ്ചയത്തെ, അഹം ഞാൻ, ന വേദ അറിഞ്ഞില്ല, മഹാത്മഭി മഹാത്മാക്കളാൽ, മുഷിത വഞ്ചിക്കപ്പെട്ടവനായിട്ട്, അസ്മി ഭവിക്കുന്നേ, മുഷിത അസ്മി. അങ്ങനെയാണ് ഇവിടെ വരുക. ന അഹം ഞാൻ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ന അഹം വേദ. നാഹം എന്നുള്ളത് നാഹമാണ്, നാഹമല്ല. ന അഹം വേദ എന്ന്. അതായത് സഞ്ജയൻ പറഞ്ഞു, കുരുകുലത്തെ സന്തോഷിപ്പിക്കുന്ന അല്ലയോ മഹാബാഹുവായിട്ടുള്ള മഹാരാജാവേ, നിങ്ങളുടെ പിതൃക്കളായ ധൃതരാഷ്ട്ര മഹാരാജാവ്, വിദുരർ, ഗാന്ധാരി ദേവി ഇവർ എവിടെ പോയെന്ന വിവരം ഞാൻ അറിയുന്നില്ല. ആ മഹാത്മാക്കൾ എന്നെ അഗതിയാക്കി പോയല്ലോ. അവർ എന്നെ വഞ്ചിച്ചിരിക്കുന്നു. അവരാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടവനായിട്ട് ഭവിക്കുന്നേ എന്ന് പറയുകയാണ്. എന്തെന്നാൽ സഞ്ജയൻ ഊണിലും ഉറക്കലും എപ്പോഴും ധൃതരാഷ്ട്രയുടെ കൂടെ ഉണ്ടാകും. ഇപ്പോൾ വിദുരർ പറഞ്ഞു, ആരും അറിയാതെ, എവിടെ പോയെന്നറിയാതെ നാം പോകണം. അതാണ് വാർദ്ധക്യത്തിൽ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ സഞ്ജയനോട് പോലും പറയാതെയാണ് അവർ അവിടെ നിന്ന് പോയത്. അതുകൊണ്ട് സഞ്ജയൻ പറയുകയാണ്, അല്ലയോ ധർമ്മപുത്രൻ മഹാരാജാവേ, എല്ലാ വംശത്തിനെയൊക്കെ സന്തോഷിപ്പിക്കുന്ന രാജാവേ, നമ്മുടെ ഈ എത്ര ദുഃഖത്തിലും അവർ സംസാരിക്കുന്നത് അത്രയ്ക്കും മഹത്വമായിട്ടുള്ള സംസാരമായിരിക്കുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അയ്യോ വംശത്തെ, ഇത്രയും ദുഃഖത്തിലാണ് അദ്ദേഹം. അപ്പോൾ കൂടി പറയുകയാണ്, വംശത്തെ സന്തോഷിപ്പിക്കുന്ന മഹാരാജാവേ, അവിടുത്തെ പിതൃക്കൾ എവിടെ പോയെന്ന് ഞാൻ അറിയുന്നില്ല. അവരാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. പറയാതെ പോയതിനാൽ, അവർ എവിടെ പോയെന്നറിയാത്ത ദുഃഖത്തുകൊണ്ട് പറയുകയാണ്, അവർ എവിടെ പോയെന്ന് എന്നോട് പറയാതെയാണ് പോയത്. എന്നെ അവർ അഗതിയാക്കി അനാഥനാക്കി പോയല്ലോ. ധർമ്മപുത്രർ അനേകം ശ്ലോകങ്ങളിൽ ഇദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്.
എന്നാൽ സഞ്ജയന് എല്ലാ വിവരവും അറിയുമെന്ന വിശ്വാസത്തിൽ. സഞ്ജയൻ പറയുകയാണ്, എനിക്കറിയില്ല, ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, എന്നോട് പറയാതെയാണ് അവർ പോയത് എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. നാഹം വേദ സഞ്ജയ ഉവാച നാഹം വേദ വിവസിതം പിത്രോർവക്കുലനന്ദന ഗാന്ധാര്യാ വാ മഹാബാഹോ മുഷിതോസ്മി മഹാത്മഭി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.